ജനാധിപത്യ രാജ്യത്തിൽ ജനങ്ങളെയും രാജ്യത്തെയും ബാധിക്കുന്ന കാര്യങ്ങളിൽ ഇടപെടാനും അഭിപ്രായം പറയാനും കഴിയാത്തത് എന്തൊരു ഗതികെട്ട അവസ്ഥയാണ്. ജനാധിപത്യത്തിന്റെ നാലാം തൂണായ മാധ്യമങ്ങളെയും അതിന്റെ സാങ്കേതിക സമൂഹമായി മാറിയ നവമാധ്യമങ്ങളെയും ഈ 21ാം നൂറ്റാണ്ടിലും നിയന്ത്രിക്കാനും പൂച്ചുവിലങ്ങിടാനും അപ്പാടെ പൂട്ടിക്കളയാനും ശ്രമിക്കുന്നത് ഏത് രാഷ്ട്രീയ ബോധത്തിന്റെ അടിസ്ഥാനത്തിലാണെങ്കിലും അതൊരിക്കലും ജനാധിപത്യമല്ല. മാധ്യമങ്ങളുടെ നിയന്ത്രണം സംബന്ധിച്ച വലിയ പാഠങ്ങൾ ഇന്ത്യക്ക് ലഭിക്കുന്നത് 1975 അടിയന്തരാവസ്ഥയെ തുടർന്നാണ്. ഇന്ദിരാഗാന്ധിയുടെ ഫാസിസത്തെ തുടക്കം തൊട്ട് വെല്ലുവിളിക്കാൻ ഇന്ത്യയിലെ ചില മാധ്യമങ്ങൾ തയ്യാറായിരുന്നു. അറസ്റ്റ് സംബന്ധിച്ചും അതിക്രമങ്ങൾ സംബന്ധിച്ചും അധികാരത്തിന്റെ അമിതോപയോഗം സംബന്ധിച്ചുമെല്ലാം കാർട്ടൂൺ മുതൽ എഡിറ്റോറിയൽ വരെ എഴുതാൻ അവർക്ക് ആദ്യം സാധിച്ചിരുന്നു. എന്നാൽ സർക്കാരിന്റെ ഒരു പ്രതിനിധിയെ മാധ്യമ സ്ഥാപനത്തിൽ നിയമിക്കാൻ തുടങ്ങിയതോടെ കാര്യങ്ങൾ മാറിമറിഞ്ഞു. എല്ലാ മാധ്യമങ്ങളും സെൻസർ ചെയ്യപ്പെട്ടു. എഡിറ്റോറിയൽ ഒഴിവാക്കി പ്രതിഷേധിച്ചവരെ വെറുതെ വിട്ടില്ല. മാധ്യമങ്ങളുടെ ഇന്ത്യയിലെ സ്വതന്ത്ര സ്ഥാപനമായ പ്രസ് കൗൺസിൽ ഓഫ് ഇന്ത്യയെ പിരിച്ചുവിട്ടു. സകല മാഗസിനുകൾക്കും പേജുകൾ പിൻവലിക്കേണ്ടി വന്നു. കുൽദീപ് നെയ്യാർ അടക്കം സീനിയർ പത്രപ്രവർത്തക പലരും ജയിലിലായി. ഈ അടിയന്തരാവസ്ഥയുടെ പ്രേതം ഇപ്പോഴും അധികാരികളെ വിട്ടുപോയിട്ടില്ല. ഏറിയും കുറഞ്ഞും ഭരണകൂടം പ്രയോഗിക്കുന്ന നിയന്ത്രണങ്ങൾ കാലാകാലം തുടരുന്ന പ്രക്രിയയായി മാറി. മോദി ഭരണത്തിലുടനീളം ഈ നിയന്ത്രണവും മാധ്യമ ഹൈജാക്കും നടത്തിയിരുന്നു. സംഘപരിവാർ പിന്തുടരുന്ന അതേ ഫാസിസ്റ്റ് വഴിയിൽ കേരള ഭരണത്തെ വഴി നടത്താനാണ് VD സതീശൻ ശ്രമിക്കുന്നത്. മോദിക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ വരുന്ന സമയത്താണ് മാധ്യമങ്ങളിലേക്ക് മോദിയുടെ ആപ്തകരമായ കൈകൾ നീളുക. 2 മാസം മാത്രം പ്രായമെത്തിയ കേരള സർക്കാർ ദിനംപ്രതി 2 നേരം പ്രതിസന്ധികൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഏറ്റവും ഒടുവിൽ വന്നത് മുഖ്യമന്ത്രി VD സതീശന്റെ സോഷ്യൽ മീഡിയ കോർഡിനേറ്ററുടെ MDMA ബന്ധമാണ്. മുഖ്യമന്ത്രിയുമായുള്ള അടുത്ത ബന്ധം പുലർത്തുന്ന നിരവധി ഫോട്ടോ വീഡിയോ തെളിവുകൾ പുറത്തു വന്നതോടെ സതീശൻ വെട്ടിലായി. ഇത് മറയ്ക്കുന്നതിന് വേണ്ടി തെളിവുകൾ പുറത്തുവിട്ട മാധ്യമങ്ങൾക്കെതിരെ വ്യാപക നടപടിയാണ് മെറ്റയെ ഉപയോഗിച്ചുകൊണ്ടുവരുന്നത്. ഒളിക്കാനുള്ളവർക്ക് ഭയക്കാനുണ്ട്, ഭയക്കാനുള്ളവർക്ക് പലതും മറയ്ക്കാനുണ്ട്. അടിയന്തരാവസ്ഥയുടെ മോദിയുടെ ബാധ കൂടിയ സതീശൻ ഭരണകൂടം കാട്ടിക്കൂട്ടുന്ന മാധ്യമ നിയന്ത്രണം ഫാസിസമാണ്, അങ്ങേയറ്റം ജനാധിപത്യ വിരുദ്ധവും.